ഡോക്ടർ മോഹൻ വർഗീസ്, നമുക്ക് ഭരണഘടനാപരമായ ഒരു സംസ്കാരമുണ്ട്. സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തുന്ന ഒരു ഗവർണർ അദ്ദേഹം സംസ്ഥാനം വിട്ടുപോകുന്ന ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തെ കണ്ട് നല്ല വാക്ക് പറയുക, അങ്ങനെയാണല്ലോ ഗവർണർ പറഞ്ഞിട്ട് പോയത്. അല്ലാതെ ഗവർണർ സർക്കാരിൻ്റെ പ്രതിനിധികൾ ആരും ചെല്ലാത്തതിനാൽ, മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ ചെല്ലാത്തതിനാൽ യാതൊരു അമർഷവും അദ്ദേഹം പ്രകടിപ്പിച്ചില്ല. നേരത്തെ പല ഘട്ടങ്ങളിലും വളരെ കൃത്യമായ ഇടപെടലുകൾ, പ്രതികരണങ്ങൾ നടത്തിയിട്ടുള്ള ഗവർണർ പക്ഷേ വളരെ മാന്യമായാണ് അദ്ദേഹം നല്ല വാക്കുകൾ കേരളത്തിന് മുൻപാകെ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയത്. ഇതിൽ എന്തുകൊണ്ടാണ് ഒരു ഡിഫൻസ് ആണോ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇക്കാര്യത്തിൽ ഉണ്ടായത്? നീലിമ, ഗവർണർ സ്ഥാനമെന്ന് പറയുന്നത് ഭരണഘടനാപരമായ ഒരു പദവിയാണ്. ആർട്ടിക്കിൾ 153-54 അനുസരിച്ച് കാണുന്ന ഒരു പദവി. ആ പദവി പലപ്പോഴും നമ്മുടെ ഫെഡറൽ സംവിധാനത്തിന് കരുത്തു പകരാനാണ്. അങ്ങനെ ഒരു കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ഇടപാടുകൾക്ക് അല്ലെങ്കിൽ ആ പാരസ്പര്യത്തിന് ഇടനിലക്കാരൻ എന്ന നിലയിൽ ദ ഏജന്റ് ഓഫ് ദ സെൻറ്റർ ഇൻ ദ സ്റ്റേറ്റ്, ആ രീതിയിലാണ് ഗവർണറെ ഔപചാരികമായി കാണേണ്ടത്. ഇവിടെ സംഭവിക്കുന്നത് ഗവർണർ എന്ന സ്ഥാപനത്തെ മറന്നുകൊണ്ട് ഗവർണർ എന്ന വ്യക്തിയിലേക്ക് ശ്രദ്ധ തിരിയുകയാണ്. അത് ഗവർണറിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ശരി, ഗവർണറെ വിമർശിക്കുന്നവരുടെ ഭാഗത്തു നിന്നാണെങ്കിലും ശരി, ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ശരി, ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന വ്യക്തിയിലേക്ക് എല്ലാ ശ്രദ്ധയും തിരിയുന്നു. മാധ്യമ കണ്ണുകൾ അദ്ദേഹത്തിൻ്റെ പിന്നാലെ പായുന്നു. ഒരു ഭരണഘടനാപരമായ ഒരു സൗന്ദര്യമുണ്ടായിരുന്നു ഇത്തരത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു പോകുന്ന ഒരു സർക്കാരിന്. സത്യപ്രതിജ്ഞ ചെയ്ത സർക്കാരിന് ഗവർണർ സ്ഥലം മാറിപ്പോകുമ്പോൾ ഒരു യാത്രയയപ്പ് നൽകുക. ഇപ്പോൾ ഔദ്യോഗിക ദുഃഖാചരണം നിലനിൽക്കുന്നു എന്ന കാരണം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ കാണാൻ പോലും തയ്യാറാകാതിരുന്ന സർക്കാരിൻ്റെ നിലപാട് എങ്ങനെയാണ് കാണേണ്ടത്? ഒരു ഡിഫൻസീവ് മെക്കാനിസം പോലെ സർക്കാർ ഇതിനെ കൈകാര്യം ചെയ്തുവോ? ഔപചാരികമായ ഒരു പദവിയാണല്ലോ ഗവർണർ. അങ്ങനെ ഒരു പദവിയിൽ ഇരിക്കുന്ന ഒരാൾ സ്ഥലം മാറി പോകുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാലാവധി പൂർത്തിയാക്കുന്ന സമയത്ത് ഔപചാരികമായി ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, ചില മര്യാദകളുണ്ട്. അത് നാട്ടുനടപ്പെന്ന് മാത്രമല്ല, അത് നമ്മുടെ ഒരു മലയാളിയുടെ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിൻ്റെ ശ്രേഷ്ഠതയുടെ ഘടനകളാണത്. അതിൽ ഏതെങ്കിലും പാകപ്പിഴ സംഭവിച്ചോ എന്നതാണ് ഇവിടുത്തെ കാതലായ വിഷയം. ഒരുപക്ഷെ കേരള സംസ്ഥാനത്തിൻ്റെ ഗവർണർ സ്ഥാനത്ത് 5 വർഷവും 109 ദിവസവും ഇരുന്ന ഡോക്ടർ ആരിഫ് മുഹമ്മദ് ഖാൻ, ശ്രീ ആരിഫ് മുഹമ്മദ് ഖാനെ അംഗീകരിക്കുന്നവരുണ്ടാകും, അദ്ദേഹം എടുത്ത നിലപാടുകളോടൊപ്പം നിൽക്കുന്നവരുണ്ടാകും, അതിശക്തമായി വിമർശിക്കുന്നവരുണ്ടാകും. പക്ഷെ ഒരു കാര്യം നീലിമ ഉറപ്പാണ്, ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന വ്യക്തി, ഗവർണർ എന്നുള്ളതിലല്ല, ആ വ്യക്തി അദ്ദേഹം ഏറ്റെടുത്ത കോസ്റ്റുകൾ ദീർഘകാലം കേരളത്തിൽ സംസാരിക്കപ്പെടാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. അദ്ദേഹം ഒരു കൺവെൻഷണൽ ഗ്യൂബർണറ്റോറിയൽ പൊസിഷൻ അല്ല വഹിച്ചത്. അദ്ദേഹം വഹിച്ച പദവി തീർച്ചയായും ഒരു ഗ്യൂബർണറ്റോറിയൽ പദവിയാണെങ്കിൽ പോലും അദ്ദേഹം അതിൻ്റെ നൂലാമാലകളൊന്നും നോക്കാതെ അദ്ദേഹം ഒരു പ്രോ ആക്റ്റീവ് റോളാണ്. എവിടെയെല്ലാം പാകപ്പിഴകൾ അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽ കണ്ടുവോ അതിനെല്ലാം മുഖം അടച്ചുള്ള മറുപടികളാണ്, മുഖം നോക്കാതെയുള്ള മറുപടികളാണ്. ഇതെല്ലാം തന്നെ അദ്ദേഹം ചെയ്തു. ഒരു ആക്ടിവിസ്റ്റ് ഗവർണർ എന്ന പദവിയിലാണ് അദ്ദേഹം ഒരുപക്ഷെ ഇരുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ആദ്യ മാസം തന്നെ അദ്ദേഹം ഒരു കൊമ്പ് കോർക്കുന്ന രംഗം, എനിക്ക് തോന്നുന്നത് എൻ്റെ ഓർമ്മയിൽ ശരിയാണെങ്കിൽ ഇർഫാൻ ഹബീബ് എന്ന വിഖ്യാതനായ ചരിത്രകാരൻ, അദ്ദേഹവുമായി കൊമ്പ് കോർക്കാൻ ഇടയായ ഒരു സാഹചര്യം. ആ സാഹചര്യത്തിൻ്റെ മെറിറ്റ് എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, പക്ഷേ ഗവർണർ പൊട്ടിത്തെറിക്കുന്ന ഒരു കാഴ്ച അവിടെ കണ്ടു. അതുമുതൽ ഇങ്ങോട്ട് പിന്നെ പോരാട്ടത്തിൻ്റെ ദിനങ്ങളായിരുന്നു. അപ്പോൾ കടുകിട വിട്ടുകൊടുക്കില്ല എന്ന നിലപാട് ഭരണകക്ഷിയും മുന്നണിയും അതുപോലെ മുഖ്യമന്ത്രിയും മന്ത്രിസഭയും എല്ലാം എടുക്കുമ്പോൾ മറുപക്ഷത്തും ഒരു ഇഞ്ച് പോലും വിട്ടുവീഴ്ച ചെയ്യാത്ത ഗവർണറുടെ പോരാട്ടം. ഇത് പ്രധാനമായും യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും അപാകതകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാനായി താൻ തന്നെ മുന്നിട്ടിറങ്ങണം എന്ന ഒരു നിർബന്ധ ബുദ്ധി അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായി. ആ നിർബന്ധ ബുദ്ധി അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായതാണോ, അദ്ദേഹം ഏതെങ്കിലും ഒരു സ്കീമിൻ്റെ ഭാഗമായി പ്രതികരിച്ചതാണോ? പക്ഷേ ഭരണഘടനാപരമായി നോക്കുമ്പോൾ അദ്ദേഹം ചാൻസലറാണ്. ചാൻസലർ എന്ന നിലയിൽ അദ്ദേഹം തന്നെയാണ് യൂണിവേഴ്സിറ്റിയുടെ അവസാന വാക്ക് ഗവർണറാണ്. അങ്ങനെ നോക്കുമ്പോൾ ഗവർണർ അത് ചുമതല കൂടിയാണ്. ക്രമമായി ഭരണഘടനാപരമായി നിയമപരമായി യൂണിവേഴ്സിറ്റിയുടെ നിയമനങ്ങളും മറ്റു കാര്യങ്ങളും നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനും അതിൽ അപാകത കണ്ടെത്തി എങ്കിൽ അതിനുള്ള പരിഹാര നടപടികൾ എടുക്കാനും അദ്ദേഹത്തിന് ചുമതലയുണ്ട്. പക്ഷേ ആ ചുമതല
മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് ഉറക്കെ പറയുമ്പോഴാണ് അത് വലിയ തോതിൽ ഗവർണർ പദവി ഏത് രൂപത്തിലാണ് വിനിയോഗിക്കപ്പെടുന്നത് എന്ന് വിമർശനങ്ങൾ ഉയരുന്നത്. അപ്പോഴാണ് നോക്കൂ, ആരിഫ് മുഹമ്മദ് ഖാനെ ഇവിടെ നേരത്തെ പറഞ്ഞു, ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന വ്യക്തി വ്യത്യസ്തനാണ്. കേരളത്തിൽ ഒരു ഗവർണറും ഇത്രയധികം വാർത്താ പ്രാധാന്യം നേടിയിട്ടില്ല. ക്യാമറ കണ്ണുകൾ ഏറ്റവും അധികം ഒപ്പിയെടുത്തിട്ടുള്ള മുഖം, വാക്കുകൾ അതൊരുപക്ഷെ ആരിഫ് മുഹമ്മദ് ഖാൻ്റെതായിരിക്കും. അദ്ദേഹത്തിൻ്റെ പഞ്ച് ഡയലോഗുകൾ, അപ്പം അദ്ദേഹം ഒരു മാസ് ഡയലോഗിൻ്റെ ആളാണ്. അത് എപ്പോഴാണ് പ്രതികരിക്കുന്നത്, എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് ഒരു ഊഹവുമില്ലാത്തതുകൊണ്ട് മാധ്യമങ്ങൾക്ക് വളരെ വലിയ ദൃശ്യവിരുന്ന് തന്നെയായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാനോടൊപ്പമുള്ള ഓരോ നിമിഷവും. നമ്മൾ പല ആവർത്തി നമ്മൾ കണ്ടതാണ്, തെരുവിലേക്ക് ഒരു ഫൈറ്റ് വരികയാണ്. മുഷ്ടി ചുരുട്ടി വിദ്യാർത്ഥികളുമായി സംവദിക്കാൻ അല്ലെങ്കിൽ അവരുമായി തർക്കിക്കാൻ ഇറങ്ങുന്ന ഒരു ഗവർണർ നമ്മൾ കേട്ടുകേഴ്വിയില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ അദ്ദേഹം ഒരു സ്ട്രീറ്റ് തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ്. അതിനകത്തൊരു വ്യത്യസ്തതയുണ്ട്, അതിനകത്തൊരു സൗന്ദര്യം കണ്ടെത്തുന്നവരുണ്ട്. ഒരു ഘടനകളെ നിലയ്ക്ക് നിർത്താൻ, ഘടനകൾ വയലൻ്റ് ആണെങ്കിൽ അതിനെ നിലയ്ക്ക് നിർത്താൻ കഠിനമായി ശ്രമിക്കുന്ന ഒരു ഗവർണറെ ചിലർ കണ്ടു, അത് വാസ്തവമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പോപ്പുലാരിറ്റി ലെവൽ വളരെ ഹൈ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. മാത്രമല്ല അദ്ദേഹം ഉയർത്തിയ വിഷയങ്ങൾക്ക് അർത്ഥമുണ്ട്, കാതലുണ്ട്, അതിൽ സാങ്കത്യമുണ്ട് എന്ന് ഒരു വലിയ വിഭാഗം ജനങ്ങൾ കേരളത്തിൽ വിശ്വസിച്ചത് കൊണ്ട് കൂടിയാണ് പലപ്പോഴും അദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ റോളാണോ വഹിക്കുന്നത് എന്ന് പോലും ഒരുപക്ഷെ കോൺഗ്രസ് പാർട്ടിക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. കാരണം കോൺഗ്രസ് പാർട്ടി ഏറ്റെടുക്കേണ്ട പല ഫൈറ്റുകളും ഗവർണറാണ് ഏറ്റെടുത്തത് എന്നൊരു പരിഭവം തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കഴിച്ചിട്ടിറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന അവസ്ഥയിൽ പലപ്പോഴും കേരളത്തിലെ മുഖ്യ പ്രതിപക്ഷത്തിന് പലപ്പോഴും അങ്ങനെ നിലപാടെടുക്കേണ്ടി വന്നതും ഓർമ്മയിൽ നിൽക്കുന്ന കാര്യമാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചോളാം. ഈ ഗവർണർ എന്ന പദവി ഭരണഘടനാ പദവിയാണ്, ഫെഡറലിസത്തിൻ്റെ ആണിക്കല്ലാണ് ഗവർണർ. കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധങ്ങളെ നിയന്ത്രിക്കേണ്ട ഒരു സ്ഥാപനമെന്ന നിലയിൽ യഥാർത്ഥത്തിൽ ഗവർണറിൽ അർപ്പിതമായ റോൾ വഹിക്കുക. പക്ഷേ ആ റോൾ എന്ന് പറയുന്നത് ഭരണഘടന നിർവചിച്ചതിനെ വ്യാഖ്യാനിക്കേണ്ടത് ആ പദവിയിലിരിക്കുന്ന വ്യക്തിയാണ്. അതിനെ ആരിഫ് മുഹമ്മദ് ഖാൻ വ്യാഖ്യാനിച്ചത് ശക്തമായ വാക്കുകളിലൂടെ അപ്പോൾ തന്നെ മറുപടി പറയുകയും വേണമെങ്കിൽ ആക്ഷൻ എടുക്കുകയും ചെയ്യുകയാണ്. ഇതാ പുതിയ ഒരു ഗവർണർ വന്നിരിക്കുന്നു. അപ്പം ഞാൻ പറയുന്നത്, എനിക്ക് തോന്നുന്നത് കാത് കുത്തിയവൻ പോയപ്പോൾ കടുക്കനിട്ടവൻ വന്നു എന്ന നിലയിൽ ആകാൻ സാധ്യതയുണ്ട്. കാരണം ഇത് വാക്കുകൾ അതാണ് കേരളം കാത്തിരിക്കുന്നത്, പുതിയ ഗവർണർക്ക് വേണ്ടി കാത്തിരിക്കുന്നതും അങ്ങനെ തന്നെയാണ്.